സോ ആദ്യം നമുക്ക് പീനിയൽ ഗ്ലാൻഡ് റിവൈസ് ചെയ്യാം. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം ലൊക്കേഷൻ നോക്കാം. ലൊക്കേഷൻ ഡോർസൽ സൈഡ് ഓഫ് അവർ ബ്രെയിൻ, അത് നോക്കിക്കോളൂ. ഡോർസൽ നോട്ട് വെൻട്രൽ. പിന്നെ അതിൻ്റെ ഹോർമോൺ ആണ് അടുത്ത സിഗ്നിഫിക്കൻ്റ് വൺ. ഇറ്റ് ഇസ് കോൾഡ് മെലാറ്റോണിൻ. മെലാറ്റോണിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ബോഡിയിലെ സർക്കാരിയൻ റിതംസ്, അതായത് 24 hour ഡയൂണൽ റിതം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 24 hour ഡയൂണൽ റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബേസൽ മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ പിഗ്മെൻറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് ഒരു ഇത്രയാണ് മെയിൻലി. പിന്നെ നെക്സ്റ്റ് നോക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡാണ്. ഇത് നമുക്ക് ബിഗസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ലിവർ അതിന് വലിയ ഗ്ലാൻഡ്, പക്ഷേ അത് എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. എൻഡോക്രൈനും എക്സോക്രൈനും ഉണ്ട്. എൻഡോക്രൈൻ മാത്രമുള്ള ഗ്ലാൻഡ്സിൽ തൈറോയിഡ് ആണ് ഏറ്റവും നല്ലത്. ടക്കിയുടെ 2 സൈഡിലായിട്ടാണ് കാണുന്നത്. ആൻഡ് അതിൻ്റെ ഡോർസൽ സൈഡ് ഇസ് കണക്റ്റഡ് ബൈ ഇസ്തിമസ്. 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഫോളിക്കുലാർ സെൽസും സ്ട്രോമൽ സെൽസും. പിന്നെ തൈറോയ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ 2 ഹോർമോൺസ് ഉണ്ട്, T3 and T4. പിന്നെന്താ മെയിനായിട്ട് ഇപ്പോൾ തൈറോയിഡിൻ്റെ അളവ് കുറവാണെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം കാരണം ഉണ്ടാകുന്ന ഡിസീസസ്. ലൈക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് സിമ്പിൾ പോയിന്റ്, അത് അയഡിൻ ഡെഫിഷ്യൻസി കാരണമാണ് സിമ്പിൾ പോയിന്റ് ഉണ്ടാകുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ്സ് എൻലാർജ് ചെയ്യും. പിന്നെ ക്രെറ്റിനിസം, അതായത് പ്രഗ്നന്റ് ലേഡീസിന് വേണ്ടത്ര തൈറോയിഡ് കിട്ടിയില്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ് ക്രെറ്റിനിസം. അത് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്റ്റണ്ടഡ് ഗ്രോത്ത്, മെൻ്റൽ റിട്ടാർഡേഷൻ അങ്ങനെയുള്ളതാണ്. പിന്നെ അഡൽട്ട് വിമനിൽ ഹൈപ്പോതൈറോയിഡിസം may lead to irregular menstrual cycle. പിന്നെ വേറെ ഒന്നുമില്ല, മിക്സോഡീമ. അത് അഡൽട്സിൽ ഈ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്ന അതിനെയാണ് മിക്സോഡീമ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാൻ കാരണം ലൈക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നോഡ്യൂൾസ് വരുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസറസ് സെൽസ്, അത് കാരണമാണ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നത്. ഒരു മേജർ ഡിസീസ് ഓഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ അതിന് ഗ്രീവ്സ് ഡിസീസ് എന്ന് പറയും. ഓഫ്താൽമിക് എന്ന് വെച്ചാൽ എന്താ? കണ്ണ് പ്രൊട്രൂഡ് ചെയ്യും. ഓഫ്താൽ മീൻസ് ഐ ആൻഡ് കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്യുന്നതാണ് ഓഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് പ്രൊട്രൂഡിങ് eyeball, enlargement of thyroid gland, അതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് വളരെ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. മെയിൻലി തൈറോയ്ഡ് ഗ്ലാൻഡ് ഫംഗ്ഷനിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇവിടെ ഈ എസോതെറിക് ഗോയിറ്ററിൻ്റെ കേസിൽ BMI ഇൻക്രീസ് ചെയ്യും. ബേസൽ മെറ്റബോളിക് റേറ്റ് നന്നായിട്ട് കൂടും. അപ്പോൾ മെറ്റബോളിസം കൂടുമ്പോഴേക്കും അതൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും അങ്ങനെ വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് ഫംഗ്ഷനിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് വരും. പിന്നെ പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിനെയും ഹെൽപ്പ് ചെയ്യും. പിന്നെ തൈറോയ്ഡ് തന്നെ സെക്രീറ്റ് ചെയ്യുന്ന വേറൊരു ഹോർമോണാണ് തൈറോ കാസിറ്റോണിൻ. ഇതൊരു ഹൈപ്പോ കാൽസീമിക് ഹോർമോണാണ്. അതായത് ബ്ലഡിൽ നോർമലിനേക്കാളും കാൽസ്യം ലെവൽ കൂടി കഴിയുമ്പോൾ അത് തിരിച്ച് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ അതാണ് ഈ തൈറോ കാസിറ്റോണിൻ്റെ ഫംഗ്ഷൻസ്. കാൽസ്യം ലെവൽ കുറയ്ക്കും. സോ ഹൈപ്പോ കാൽസ്യമിക് ഹോർമോൺ എന്ന് പറയും. അപ്പോൾ അതങ്ങനെ കൂട്ടുക, ലൈക്ക് ബ്ലഡിലുള്ള കാൽസ്യം റീഅബ്സോർബ് ചെയ്യും അങ്ങനെയൊക്കെ. പിന്നെ വേറെ അടുത്ത ഗ്ലാൻഡാണ് പാരാതൈറോയ്ഡ്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ തൈറോയ്ഡ് തന്നെ ഡോർസൽ സൈഡിൽ ആണ് ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉള്ളത്. ഡോർസൽ പാർട്ടിൽ 2 ലെയേഴ്സ് ആണ്, അതായത് 4 ഗ്ലാൻഡ്സ് ഉണ്ട്. പിന്നെ പാരാതൈറോയ്ഡിൽ അതിൻ്റെ ഹോർമോൺ ഇസ് ഇമ്പോർട്ടൻറ്റ്. പാരാതൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാതോർമോൺ. പിന്നെ പാരാതൈറോയ്ഡ് ഈ പാരാതോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഫോളിക്കുലാർ സെൽസ് ആണ്. ആൻഡ് ഈ തൈറോയ്ഡ് ഹോർമോൺസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഫോളിക്കുലാർ സെൽസ്. ഈ PTH എന്ന് പറയുന്നത് പാരാതൈറോയ്ഡ് ഹോർമോൺ അത് ഹൈപ്പർ കാൽസ്യമിക് ആണ്. അതായത് നമ്മൾ പ്ലാസ്മയിലൊക്കെ ലൈക്ക് കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുമ്പോഴത്തേക്ക് കൂട്ടാനായിട്ട് ബോൺസിൽ നിന്ന് ബോണ്ട് റിസോർപ്ഷൻ വഴി, അതായത് ബോൺസിനെ ഡിമിനറലൈസ് ചെയ്യും. എന്നിട്ട് ബോണ്ടിലുള്ള കാൽസ്യത്തിൻ്റെ ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ കാൽസ്യത്തിൻ്റെ ലെവൽ കൂട്ടും. ബോണ്ട് റിസോർപ്ഷൻ വഴിയുണ്ട്. പിന്നെ റീനൽ റീഅബ്സോർപ്ഷൻ
പിന്നെ ഡിക്രീസസ് റീനൽ എക്സ്ക്രീഷൻ ഓഫ് കാൽസ്യം. അങ്ങനെ കാൽസ്യം എക്സ്പെക്ട് ചെയ്ത് പോകാതിരിക്കാൻ നോക്കും. അതിൻ്റെ എക്സ്പെക്ഷൻ കുറച്ചും. പിന്നെ റീനൽ ട്യൂബ്യൂസിൽ വരുന്ന കാൽസ്യത്തിനൊക്കെ റീസോർവ് ചെയ്യും. ബോൺസിലുള്ള കാൽസ്യത്തെ റിസോർപ്ഷൻ നടത്തും. അതായത് ഡിസൊല്യൂഷൻ, ബോൺ ഡിസൊല്യൂഷൻ അതൊക്കെ അങ്ങനെ കാൽസ്യത്തെ കൂട്ടും. കാൽസ്യത്തിൻ്റെ ലെവൽ പറയുമ്പോൾ അതിന് ചെയ്ത് കാൽസ്യത്തിൻ്റെ ലെവൽ വീണ്ടും കൂട്ടി. അപ്പോൾ ഹൈപ്പർ കാൽസ്യം ഹോമോൺ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം TCT എന്ന് പറയുമ്പോൾ ഹൈപ്പോ കാൽസ്യമിക് ആയിരുന്നു, ആൻഡ് PTH എന്ന് പറയുമ്പോൾ ഹൈപ്പർ കാൽസ്യമിക് ആയിരുന്നു. സോ ഇത് രണ്ടും ആൻറ്റഗോണിസ്റ്റിക് ആണ്. പിന്നെ അടുത്ത വാല്യൂ വരുന്നത് തൈമോസിൻ. തൈമോസിന് വേറെ പേരുണ്ട്, ജുവനൈൽ ഗ്ലാൻഡ്. അതായത് ഇത് ചിൽഡ്രനിൽ വലുതായിട്ട് ആയിരിക്കും, പക്ഷേ അത് അടക്കൂടെ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ആ ബ്രില്യൻ്റേക്ക് അത് പ്രൊഫൈൽ ചെയ്ത് പോകും. അപ്പോൾ ഈ അതിനൊരു ജുവനൈൽ ഗ്ലാൻഡാണ് കുട്ടികളാണ് വലുതായിട്ടുള്ളത്. പിന്നെ ഇവരുടെ ഹോമോൺ അതൊന്നും ലൊക്കേഷൻ പറയുന്നത്. ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബിറ്റ്വീൻ ലങ്സ്, ബിഹൈൻഡ് സ്റ്റേർണം, ഇൻ ഫ്രണ്ട് ഓഫ് അയോട്ട. അതായത് ലങ്സിൻ്റെ ഇടയ്ക്ക് ബിഹൈൻഡ് സ്റ്റേർണം എന്ന് പറയുമ്പോഴത്തേക്ക് dorsal part of sternum, and ഫ്രണ്ട് എന്ന് പറയുമ്പോൾ വെൻട്രൽ സൈഡ് ഓഫ് അയോട്ട. അവിടെയാണ് ലൊക്കേഷൻ. പിന്നെ ഹോമോണിൻ്റെ പേര് തൈമോസിൻ. തൈമോസിൻ ഇമ്മ്യൂണിറ്റി കൂട്ടും. പിന്നെ ഈ റീനൽ പോകുന്ന ടൈമിൽ തൈമോസിൻ്റെ അളവ് കുറയുന്ന കാരണം ഇമ്മ്യൂണിറ്റി കുറയും. സോ അവിടെ പീപ്പിളിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയാൻ കാരണം തൈമോസിനാണ്. പിന്നെ തൈമോസിൻസ് ടി ലിംഫോസൈറ്റിനെ സെക്രേറ്റ് ചെയ്യും. ടി ലിംഫോസൈറ്റ് സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും. പിന്നെ ആൻറ്റിബോഡീസ് ടു ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി അതും ഫെസിലിറ്റേറ്റ് ചെയ്യും. സോ അത്രയും ഗ്ലാൻസ് റിവൈസ് ചെയ്യും.